ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇപ്പോൾ സുഖമല്ലേ? നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ പങ്കർച്ചുള്ള പീക്ക് ട്രെക്കിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളങ്ങനെ ഡൽഹിയിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജ് എല്ലാം വച്ചു. ഈ ലഗേജും തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഇനി നമ്മുടെ ലക്ഷ്യം എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊന്നും കഴിക്കാണ്ടാണ് ഇത്രയും സമയം കൊണ്ട് നിൽക്കുന്നത്. ഇപ്പം തന്നെ വൈകിട്ട് 4 മണി കഴിഞ്ഞിരിക്കുന്നു, 4:30 ആയിരിക്കുന്നു. നമ്മളൊന്നും കഴിച്ചിട്ടില്ല. നല്ല രീതിക്ക് വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ പോവുക, ഫുഡ് കഴിക്കുക. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. നമ്മളങ്ങനെ ഡൽഹി മെട്രോ എത്തിയിട്ട് നമ്മൾ ഇനി അടുത്ത് നമ്മൾ ലജ്പത് നഗർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കുക, ജസ്റ്റ് ആ സ്ട്രീറ്റ് ഒന്ന് കറങ്ങുക. അത്രയേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ബാക്കി പ്ലാൻ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ രാവിലെ 8 മണിക്ക് എത്തേണ്ട ട്രെയിൻ ഇവിടെ വൈകിട്ട് 4 മണിക്കാണ് എത്തിയത്. അപ്പോൾ കറങ്ങാൻ പോകുക എന്നുള്ള കാര്യമൊക്കെ പൊളിഞ്ഞ് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഡൽഹിയിൽ വെച്ചിട്ട് ഡൽഹി സ്റ്റേഷൻ എത്തിയപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനുണ്ടായിരുന്ന റനീഷിൻ്റെ വേറൊരു കസിൻ പ്രവീൺ ചേട്ടനും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ നമ്മുടെ കൂടെ, സ്ട്രേഞ്ചേഴ്സ് അല്ലാണ്ട് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തതിൽ ഒരാളും കൂടെ ഇനി വരാനുണ്ട്. ആ പുള്ളിക്കാരൻ ഋഷികേശിയിൽ നിന്നാണ് കയറാൻ പോകുന്നത്. പിന്നെ ഡൽഹി എത്തിയപ്പോൾ തന്നെ നമ്മൾ മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നല്ല രീതിക്ക് എയർ പൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലജ്പത് നഗറിലെ ഒരു സ്ട്രീറ്റിലാണുള്ളത്. നമുക്കിപ്പം നമ്മളൊന്നും വാങ്ങുന്നില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക. കാരണം നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചതാണ്. ഇതിപ്പം വൈകിട്ട് 4:45. അതുവരെ നമ്മുടെ വയറ്റിലോട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നു. ഇനി കഴിച്ചിട്ട് വരാം. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അയ്യോ, അറ്റത്തെത്തി. ഓക്കെ ഗൈസ്, നമുക്ക് താഴെ പോവാം. പക്ഷെ ഓക്കെ, ഇവിടുന്ന് നമ്മളൊരു സ്പ്രിങ് റോൾസും, അങ്ങനെയാണെന്ന് നമുക്ക് തോന്നുന്ന പേര്, സ്പ്രിങ് റോൾസും പ്ലസ് പിന്നെ എന്തൊരു സാധനം കൂടെ കഴിച്ച്, ഫ്രൈഡ് റൈസ്, പാസ്ത കൊള്ളായിരുന്നു കേട്ടോ. ഇനി വിശം തിരുന്നിട്ടാണോ അതാണ് സംഭവം എന്ന് അറിഞ്ഞൂടാ. രാം ലഡു റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് സ്പ്രിങ് റോൾസും പിന്നെ വേറെ ഏതൊരു സാധനം കഴിച്ചു. ഫ്രൈഡ് റൈസ്, പാസ്ത. വിശം തിരുന്നുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, നല്ല ടേസ്റ്റ് തോന്നി. ഓക്കെ, സ്പ്രിങ് റോൾസ് സൂപ്പറായിരുന്നു കേട്ടോ. ഭയങ്കര ഇതാണ്, ഹോട്ടാണ്, ചൂട്, നാക്ക് പൊള്ളിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എക്സ്പ്ലോർ ചെയ്യണേ. ഇവിടെ ഇപ്പോൾ എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും. എംബ്രോയ്ഡറി സാധനങ്ങൾ, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ഡ്രസ്സിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കടയുണ്ട്. ചെരുപ്പുകൾ, ബാഗുകൾ, പല ടൈപ്പ് സാധനങ്ങൾ കിട്ടും. നമ്മളിവിടെ നിന്ന് ഇപ്പം വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ മഞ്ഞുമല കയറാനുള്ളതാണല്ലോ, കീഴടക്കാനുള്ളതാണല്ലോ. അപ്പം തെർമൽസൊക്കെ വേണം. അപ്പം നമ്മുടെ കൂടെയുള്ള 2-3 പേർക്ക് തെർമൽസ് ഇല്ല. അപ്പോൾ തെർമൽസ്, അതുപോലെ തന്നെ ജാക്കറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് മഞ്ഞുമല കയറുമ്പോൾ നമ്മൾ എടുക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇവിടുന്ന് വില കുറച്ച് കിട്ടുകയാണെങ്കിൽ വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ നടക്കുന്നത്. പക്ഷെ ബാർഗെയിൻ ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല കേട്ടോ. അവിടെ അങ്ങനെ കുറയ്ക്കുന്നില്ല. ഇവിടെ മഞ്ഞുമല കയറാനായിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ നമ്മൾ അത്യാവശ്യമായിട്ട് എടുക്കാനുള്ള സാധനങ്ങളുണ്ട്. അത് എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കരപ്പെട്ട രീതിക്കുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരും. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസ് നിർബന്ധമാണ്. അത് നമ്മൾ അവിടെ നിന്ന് റെൻറ്റിനെടുത്താൽ മതി. നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മഞ്ഞിൽ നടക്കാൻ വേണ്ടി സ്പൈക്സ് വേണം. അതും നമ്മുടെ അവർ തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടോർച്ച് വേണം. ഹെഡ് ലാമ്പ് ഉണ്ടെങ്കിൽ ഹെഡ് ലാമ്പ്, അതും നമുക്ക് അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റെൻറ്റിനെടുക്കണം അല്ലെങ്കിൽ വാങ്ങണം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽസ്, അപ്പർ വെയറും തെർമൽസ് വേണം, ബോട്ടം വെയറും തെർമൽസ് അത്യാവശ്യമാണ്. പിന്നെ ഹീറ്റ് പാഡ് ഉണ്ടെങ്കിൽ അതും എടുത്ത് വയ്ക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വുളൻ ജാക്കറ്റ്,
വുളൻ ജാക്കറ്റല്ല, ജാക്കറ്റ് വേണം. പിന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ജാക്കറ്റ് വേണം. നല്ല രീതിക്കുള്ള ജാക്കറ്റ് എന്തായാലും വേണം കേട്ടോ, നല്ല രീതിക്കുള്ള ജാക്കറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ സോക്സ്, വുളൻ സോക്സും വേണം. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് സോക്സും വേണം. സോക്സും ഒരു 2-3 ലെയറൊക്കെ നമ്മൾ ഇടേണ്ടി വരും. അതുപോലെ തന്നെ ഗ്ലൗസും, വുളൻ ഗ്ലൗസും വേണം. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ഗ്ലൗസും വേണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിലിടേണ്ട ആ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, അതെന്തായാലും വേണം. പിന്നെ മഫ്ലർ വാങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത്, ചെവിയിൽ കാറ്റ് കയറാതെ മഞ്ഞ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ടും ക്യാപ്പ്, അതും ഇതുപോലെ തന്നെ വുളൻ ക്യാപ്പ് വേണം. അങ്ങനെ 2-3 ക്യാപ്പുകൾ അതും വാങ്ങിച്ചു വെക്കുന്നത് അത്യാവശ്യമാണ്. ഇത്രയൊക്കെ സാധനങ്ങളാണ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ എന്തായാലും നിങ്ങൾ വാങ്ങിച്ചു വെക്കണം. ഒരു 5-6 ലെയറെങ്കിലും പോട്ടെ, ഒരു 3-4 ലെയറെങ്കിലും നമ്മൾ ഇടണം. അത് അത്യാവശ്യമാണ്. നമ്മുടെ ഡ്രസ്സായിട്ട് 3-4 ലെയറെങ്കിലും വേണം. പിന്നെ ട്രക്ക് പാൻറ്റ്, അത് മസ്റ്റാണ്. ട്രക്ക് പാൻറ്റ് എന്തായാലും വേണം, ട്രക്ക് പാൻറ്റും വേണം. ഇവിടെ പക്ഷെ എല്ലാത്തിനും നമ്മൾ ഇത് കുറച്ചിട്ടും അവർ സമ്മതിക്കുന്നില്ല. ഡിബേറ്റ് നടത്തിയിട്ട് ബാർഗെയിൻ ചെയ്തിട്ടും അവർ കുറച്ച് തരുന്നില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കോലം കാണിച്ചു തരട്ടെ, കാണിച്ചു തരാമേ. കണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ കഴിച്ച് വയറ് നിറഞ്ഞാണെന്ന്. അല്ല, ഇതിനകത്തില്ലേ ബാഗാണ്. ടെണ്ടടേ, കണ്ടോ? ബാഗ് വെച്ചിട്ട് ഞാൻ ഇതിനെ അങ്ങ് പൂട്ടി. ഇപ്പൊ ലോകത്തുള്ള എല്ലാരും ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് എന്നെ ലോകത്തുള്ള എല്ലാരും എന്നെ അന്തം വിട്ട് നോക്കുകയാണ്. ഇതാരാ ഗർഭിണിയാന്ന് തോന്നുന്നു. കണ്ടോ പാവം, ഞാൻ ഇങ്ങനെയാ ഞാൻ നടക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരും എന്റെ വയറ്റിൽ നോക്കുന്നത്, എന്റെ മുഖത്ത് നോക്കാതെ. ആലു ചാട്ട ഗൈസ്, ഈ ചേട്ടൻ ആലു ചാട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മധുരക്കിഴങ്ങും വെട്ടിമുറിച്ചത് ഇങ്ങനെ ഇടും. അത് കഴിഞ്ഞ് അതിനെ എണ്ണയിലിട്ട് പൊരിക്കും. പിന്നെ എന്തൊക്കെയോ ചെയ്യും. സോസൊക്കെ ഒഴിച്ചു ഗൈസ്, മയോണൈസ് എന്തൊക്കെയോ ഇട്ടു ഗൈസ്, എനിക്ക് മനസ്സിലായില്ല. അതിന്റെ ഫൈനൽ ലുക്ക് കണ്ട്, ഇതാണ് അതിന്റെ ഫൈനൽ ലുക്ക്. ഓക്കെ, ഇനി കഴിക്കാം. കഴിച്ചോ. നമ്മൾ നടന്ന് ഏതോ ഖുദാഗവിലെത്തി. ഉണ്ട്, അതെ, നമ്മൾ പോലും അറിയാതെ അതോ ലോകമായി ഗൈസ്. ഇവിടം വരെ വഴിയുള്ളൂ എന്ന് തോന്നുന്നു. നമ്മളതാ തിരിച്ചു വരുന്നു ഗൈസ്. കണ്ടോ ഗൈസ്, ഇത്രയും വയറുണ്ട് ഇപ്പോൾ. ഇങ്ങനെയാണ് ഞാൻ ഈ പൊതു റോഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കുറേ സമയമായി. ചേട്ടൻ ലൈവായിട്ട് നമുക്ക് കോഫിയും ചായയൊക്കെ ഇട്ട് തരികയാണ്. ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിച്ചു കഴിഞ്ഞപ്പോൾ. ഹലോ, കോഫി കിട്ടി. ഭയങ്കര ചൂട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഫുഡ് കഴിച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഈ ക്ലോക്ക് റൂമിൽ വന്നു. നമ്മുടെ ബാഗും കാര്യങ്ങളും എല്ലാം തിരിച്ചെടുത്തു. ഓക്കെ, ഇനി അശ്വിനും അവനും സുധിയും എവിടെ പോവും? അവർ ഊബർ പിടിച്ച്, അവർ ബസ്സിലാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവരങ്ങനെ പോവും. നമ്മൾ 11:50 നമ്മുടെ ട്രെയിന്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോകണം. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇനി പോകണം. നമ്മളിപ്പം സ്റ്റേഷനിലെത്തി നിൽക്കുകയാണ്. ഇനി മെട്രോ പിടിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഓക്കെ, അടുത്ത് പിന്നെ കാണാം. നമ്മുടെ കഥയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനാണ് ഇത്. ആക്ച്വലി നമ്മൾ ഡൽഹിയിൽ ഞാൻ അവിടെ ഇരുന്നപ്പം എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്നിരുന്നു. അങ്ങനെ നമ്മൾ സംസാരിച്ച സമയത്ത് പുള്ളിക്കാരൻ ഇച്ചിരി സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഏതോ ധ്യാനം കൂടാൻ പോവായിരുന്നു വൃന്ദാവനിലേക്ക്. അപ്പോൾ ഫോഗ് കാരണം ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് പുള്ളിക്ക് ട്രെയിൻ മിസ്സായി. അങ്ങനെ നമ്മുടെ കൂടെ ട്രെക്കിങ്ങിന് വരട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി ഓക്കെ വരാമെന്ന് പറയുകയും ചെയ്തു. നമുക്കാണെങ്കിൽ മങ്ങിൽ പോകാനുള്ള എല്ലാ എക്യുപ്മെൻസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. പക്ഷേ ഒരു കുഴപ്പമില്ല, കയ്യിലുള്ള ഡ്രസ്സ് വെച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട് ട്രെയിന്. പുള്ളിക്ക് അതും കുഴപ്പമില്ല, പുള്ളി എന്നാലും വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, എന്തായാലും നോക്കാം. ഫോഗാണ്, അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. രാത്രി 11:45 നമ്മുടെ ട്രെയിൻ ഇതാ വരെയാണ്. നമ്മൾ
B5-ലാണെന്ന് തോന്നുന്നു. സോ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് ഒന്നും വൃത്തിയില്ല ഗൈസ്. എന്ത് ചെയ്യാനാ, നമുക്കൊന്നും നേരെ റെസ്റ്റ് എടുക്കാൻ പോലും പറ്റിയില്ല. സോ അതൊട്ടും കൊള്ളത്തില്ല, ടോയ്ലറ്റ് കൊള്ളത്തേ ഇല്ല. ഓക്കെ, നല്ല തണുക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്ന അത്ര, ആക്ച്വലി ഞാൻ വിചാരിച്ചു ഭയങ്കര തണുപ്പായിരിക്കുന്നു. അത്രയും തണുപ്പില്ല, എന്നാലും നമ്മൾ മൂന്നാറിലൊക്കെ പോകൂലേ, ആ ഒരു തണുപ്പടിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ശരി, ഇനി ഓടി കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ കിടന്നു AC-ൽ കമ്പാർട്ട്മെൻറ്റിൽ. പക്ഷെ ഒരു കോമഡി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പരിചയപ്പെട്ടു. സ്റ്റേഷനിൽ വെച്ച് ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. ജസ്റ്റ് 5 മിനിറ്റേ സംസാരിച്ചിട്ടുള്ളൂ. ഒരു ഹൈദരാബാദിയാണ് കേട്ടോ. 5 മിനിറ്റ് സംസാരിച്ചുള്ളൂ. പുള്ളിക്കാരൻ നമ്മുടെ കൂടെ പങ്കെടുച്ചവളെ ട്രെക്കിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി പുള്ളിക്കാരൻ നമ്മുടെ കൂടെ 5 മിനിറ്റ് സംസാരത്തിൽ കയറുകയും ചെയ്തു. കാരണം വേറെ വഴിക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യനാണ്, ഒരു കാര്യമില്ലാതെ നമ്മുടെ കൂടെ കയറി വന്നു ഗൈസ്. അപ്പം കൊള്ളാം, പുള്ളി അങ്ങനെയൊക്കെയാണ്. സോളോ ട്രാവലിങ്, ആരെങ്കിലും വിളിച്ചാൽ കൂടെ പോവും. ബട്ട് ഓൾറെഡി പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറ്റി വെച്ചിട്ട് വന്നു. അതിന് മാത്രം നമ്മൾ ഒന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അങ്ങനെ നമ്മുടെ കൂടെ ട്രെയിനിലും കയറി. ലെറ്റ്സ് സീ എന്ത് സംഭവിക്കുമെന്ന്. ഓക്കെ, ടാറ്റ, ഗുഡ് നൈറ്റ്. അപ്പം നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. 3 മണിക്ക് എണീക്കണം. ഇപ്പം തന്നെ 12:30 ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. 5 മണിയായി. നമ്മളിതാ ഹരിദ്വാറിലിറങ്ങി. അപ്പോഴേക്ക് ഹരിദ്വാറിൽ നിന്ന് അടുത്ത ഋഷികേശ് പോകുന്ന ട്രെയിൻ നമുക്ക് മിസ്സായി. ഓടിപ്പോയി പിടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇപ്പോൾ നമ്മൾ അടുത്ത് എങ്ങനെയെങ്കിലും ഋഷികേശ് പോകാനുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എയറോട്ട പോലത്തെ ഒരു സെറ്റപ്പിൽ എല്ലാവരും കയറിയിട്ടുണ്ട്. 7 പേരും കൊണ്ട് കയറിയിട്ടുണ്ട് ഋഷികേശ് വരെ. ഇനി നടുറോഡിൽ നിന്ന് തന്നെ നമ്മുടെ പല്ല് തേപ്പും ഫ്രഷാവലും ഒക്കെ കഴിഞ്ഞു. ഇവിടെ ഇതുപോലെ ഒരു സാധനത്തിലാണ് വന്നത്. പക്ഷെ കുറച്ചും കൂടെ അരിപ്പുണ്ടായിരുന്നു. എല്ലാം തോന്നുന്നു, ഇത് തന്നെ തോന്നുന്നു. നമ്മൾ 7 പേര് ഇരുന്നു. ആ ഒരു കടയിൽ നിന്ന് ചായയും കോഫിയൊക്കെ കുടിച്ച്. ഹലോ, സോറി. ആ ക്യാപ്പ് വെച്ചിരിക്കുന്ന പുള്ളിയാണ്. ഓറഞ്ച് കളർ, ക്രീം കളർ പുള്ളിയാണ്. ഞാൻ പറഞ്ഞ ഹൈദരാബാദി. ഇതിലാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ 5 പേര്, നമ്മുടെ കൂട്ടത്തിലുള്ള 7 പേരും പ്ലസ് ഞാൻ പറഞ്ഞില്ലേ ട്രെയിനിൽ നിന്ന് നമ്മൾ ഒപ്പിച്ച 2 പേര്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഒപ്പിച്ച ഒരാൾ. പിന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് വേറെയും കുറേ പേരെ ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 13-14 പേരായിട്ടുണ്ട് നമ്മൾ ടോട്ടൽ. നമ്മൾ ട്രാവലറിൽ കയറി. നല്ല തണുപ്പുണ്ട്, ഒടുക്കത്തെ തണുപ്പ്, സഹിക്കാൻ പറ്റുന്ന തണുപ്പ്. ഹായ് ഫ്രണ്ട്സ്, എനിക്കിവിടെ ഒരാളെ കിട്ടി. ഷുണ്ണാപ്പി സേ ഹായ്. ഇങ്ങോട്ട് നോക്കടി. ഹലോ, ഡവളിവിടെ എത്തി. ഡവൾ ആരാണ്ടറിയാവോ? ഡവള് എൻ്റെ പിറകെ വരികയാണ്. അയ്യോ, വന്നുകൊണ്ടിരിക്കുകയാണ്. ടാറ്റാ, ഞാൻ പോയിട്ട് വരാം. ഇവിടെ നിന്നോയേ, പോയിട്ട് വരാം. ഹായ് ഗൈസ്, നമ്മളിവിടെ ടോയ്ലറ്റിൽ വന്നു. ടോയ്ലറ്റിലല്ല വന്ന്. നമ്മളിവിടെ ഋഷികേശിൽ ഇവിടെ എത്തി. റെയിൽവേ സ്റ്റേഷൻ, നല്ല സെറ്റ് റെയിൽവേ സ്റ്റേഷൻ. ആക്ച്വലി ടോയ്ലറ്റിൽ പോകാൻ വന്നിട്ട് വന്നതാണ്. പക്ഷെ എനിക്കറിയത്തില്ല ഗൈസ്, ടോയ്ലറ്റ് തപ്പി ഞാൻ വെയിറ്റിംഗ് റൂം കണ്ടു ലേഡീസിൻ്റെ. ഞാൻ കയറിയപ്പോഴേ അവരെന്നെ തെറി വിളിച്ചു. ഏതോ ഹിന്ദിയിൽ എന്തൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നതേ ഉള്ളൂ. അപ്പോഴേക്കും അവർ എന്തൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആക്കി. അപ്പോൾ ഇറങ്ങി പോടി എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു. ആക്ച്വലി അവർ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വെയിറ്റിംഗ് റൂം തുറന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ ചാടേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഗൈസ് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റിയില്ല. ഞാനങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അവർ കഴുകി തീർന്നിട്ട് അവർ കയറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടുത്തെ സെറ്റപ്പ് കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷനാണെന്ന് നമുക്ക് തോന്നത്തില്ല. കാണിച്ചു തരാം. നടന്ന് ഞാൻ ടോയ്ലറ്റ് കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അവസരം ഞാൻ പോയി. സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നിയിട്ട് മുട്ടിയിട്ട് പോകുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അതൊരു സുഖം. ഞാൻ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയണമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഞാൻ റെയിൽവേ സ്റ്റേഷൻ ആദ്യം കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. കാണിച്ചു തരാം. ഭയങ്കര സെറ്റപ്പാണ്.
ഇത് റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നുണ്ട്. അതാ ഇപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ, അപ്പുറത്ത് വേണ്ട, അവിടെ ഇച്ചിരി കാട് പിടിച്ച് കിടപ്പുണ്ട്, കാണിച്ചു തരാം. ആൻറ്റിമാരൊക്കെ തുടച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. നല്ല പോലെ ഇപ്പം കൂടെ ഇവിടെ തുടച്ച് കഴിഞ്ഞതേ ഉള്ളൂ. തുടച്ചുകൊണ്ട് നടക്കുകയാണ്. സൂപ്പർ. ഇതാ ഇവിടെ ഇടയ്ക്ക് ഗാർഡൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ഇനി നമ്മൾ ഇത്രയും റൂംസ് ഉണ്ട്, വെയിറ്റിംഗ് റൂം, AC റൂം, VIP റൂം എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലൊന്നും ആക്ച്വലി എന്തില്ല, ടോയ്ലറ്റ് വൃത്തിയുണ്ട്, പക്ഷേ ഫ്ലഷിന് ജെറ്റ് വർക്കാവത്തില്ല. അയ്യോടാ. ഹായ് ഗൈസ്, ഞാൻ രണ്ടുപേരെ കണ്ടുപിടിച്ചു ഗൈസ്. അച്ചോടാ. ഹായ് ഷുണ്ണാപ്പി, നോക്ക് ഗൈസ്, ഷുണ്ണാപ്പി. ഹായ് ഷുണ്ണാപ്പി, ഹായ് ഷുണ്ണാപ്പി. വരൂല അന്ന് തന്നെ ഷുണ്ണാപ്പി. അയ്യോ അതിൻ്റെ അമ്മ വേണ്ട പറയണേ. നമ്മൾ ഉപദ്രവിക്കൂല. ചുമ്മാ വന്ന്. അയ്യോ അതിൻ്റെ അമ്മ വന്ന് നോക്കി. അതിൻ്റെ അമ്മ വന്ന് നമ്മളെ ഇപ്പൊ ചെറിയ വിളിച്ച. അതിൻ്റെ അമ്മ വന്ന് ശബ്ദം കേട്ടിട്ട്. ഓക്കെ, ഇതാണ് ആക്ച്വലി ടോയ്ലറ്റ്. ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം, നല്ല വൃത്തിയുണ്ട്. കണ്ടോ, നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ഇതാണ് ടോയ്ലറ്റ് പറ്റിയ. അത് റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റിനകം AC ഒന്നുമല്ല, സാധാരണ ടോയ്ലറ്റ്. ഇവിടെ മാത്രമേ ആക്ച്വലി ജെറ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഓക്കെ, ഭയങ്കര രസമുണ്ട് ആക്ച്വലി, കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. അയ്യോ പക്ഷെ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ വയ്യ, സീരിയസ്ലി സംസാരിക്കാൻ വയ്യ. ഇതാ മല, ഇതാണ് ഐറ്റം. ഞാൻ പറയില്ലേ, ടോയ്ലറ്റിൽ കയറാൻ പോയ ഉടനെ ഒരു ആൻറ്റി വഴങ്ങുന്ന തൂത്തോണ്ടിരുന്നപ്പം ആക്ച്വലി ആൻറ്റി പാവമായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര വാഷ്റൂം തപ്പി നടക്കണുണ്ടപ്പം പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങ് പോയാൽ മതി, എന്തോ ഹിന്ദിയിലാണേ, നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങ് പോയാൽ മതി, ഫ്രണ്ടിലോട്ട് പോയാൽ മതി, പക്ഷെ ഒന്നിനും ഈ ജെറ്റില്ല. അപ്പം എങ്ങനെയാണെന്നോ അവരൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ് അത് പൈസ കൊടുത്ത് പോകണ ഒരു സെറ്റപ്പ് ഉണ്ട്, അങ്ങ് വലിയ പൈസയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞ്. അപ്പോൾ അവിടെ നമ്മൾ പോയി. എൻ്റെ ശിവൻ ചേട്ടനൊക്കെ ഇരിക്കുന്നു ഇവിടെ, കൊള്ളാം. ഇത് ആക്ച്വലി റെയിൽവേ സ്റ്റേഷനാണ്. ദിസ് ഈസ് എ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, നമ്മുടെ പങ്കർച്ചുള്ളയുടെ പാക്കേജുകാർ തന്നെ നമുക്കൊരു ട്രാവലർ ഇവിടെ ഋഷികേശിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ റൂം സ്റ്റേ വരെ അതുണ്ടായിരിക്കും. അതിൽ നിന്നപ്പോൾ ആക്ച്വലി നമ്മുടെ കൂടെ ഉള്ള ഒരാൾ വരാൻ വേണ്ടിയിട്ട് ഇനി 1 അവറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ടോയ്ലറ്റ് തപ്പി നടക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഋഷികേശ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, പ്രീമിയം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ വന്നത് എന്തായാലും നന്നായി, ഇത്രയും കാഴ്ചകൾ കാണാൻ പറ്റി. ഇന്നലെ ഞാൻ പറഞ്ഞ അമൻ ആക്ച്വലി ഇന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം പുള്ളി അവിടെ ട്രാവലറിന് കാവലിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ബാഗ് അതിലായിരുന്നു. നമ്മൾ ഇവിടെ വാഷ്റൂം തപ്പി വന്നു. അപ്പോഴേക്കും പുള്ളി അവിടെ നിന്നു. അവിടെ ട്രാവലറിൻ്റെ ഡ്രൈവർ ഉണ്ടല്ലോ, പുള്ളിയുടെ കൂടെ നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ തിരിച്ചിപ്പം അങ്ങോട്ട് പോവുകയാണ്, പുള്ളിക്ക് കയറണമെങ്കിലേ അതിന് വേണ്ടിയിട്ട്. അതിനും കുഴപ്പമില്ല, ഇതുവരെ എല്ലാം സെറ്റാണ്. നല്ല തണുപ്പുണ്ട്, കൈ ഉണ്ടോ ഫ്രീസ് ആവുന്നുണ്ട്. അത് ഇപ്പം അറിയണില്ല, കൈയുള്ള കാര്യം അറിയണില്ല. തണുപ്പുണ്ട്, നല്ല രീതിക്ക് തണുപ്പുണ്ട്. വേറെ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പിന്നെ എനിക്കൊരു പ്രശ്നം പറ്റുന്നത്, എനിക്ക് തൊപ്പി മാറ്റുന്ന ഉടനെ ചുമ പിടിക്കുന്നുണ്ട്, നല്ല രീതിക്ക് ചുമ. കുറേ നേരത്തേക്ക് ചുമയുണ്ട്, പിന്നെ അത് കഴിയുമ്പോൾ ശരിയാവും. നമ്മൾ ആ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അതുപോലെ തന്നെ നൂഡിൽസും വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് പരിചയപ്പെട്ട ഒരു 3 പേരും കൂടെ വഴിക്ക് വെച്ച് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 3 പേരും കൂടെ കയറിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ. നേരെ നമ്മൾ റൂം സ്റ്റേയിൽ പോവുക, അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. സംഭവം മല അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ടോ, എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത് താഴെ വീഴും, അതോ മല ഇടിഞ്ഞതാണോ എന്തോ നടക്കുകയാണ്. അവരെന്തോ ചെയ്യുന്നുണ്ട്, അത് താഴെ വീഴും. അതുകൊണ്ട് എല്ലാ വണ്ടിയും പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞേ പോകാൻ പറ്റും. ഇവിടെ നിങ്ങനെ നടന്ന് ഞാൻ വെറുതെ ഇവിടം വരെ വന്ന് നോക്കിയപ്പം നിങ്ങൾ കാണാമോ, അവിടെ നല്ല തെളിഞ്ഞ വെള്ളം കണ്ടോ.
കായലെന്തോ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കായലെന്തോ അല്ല, റിവർ. നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ചു. ആലു പറാത്തയും പിന്നെ കടലയുടെ എന്തൊരു കറി, പിന്നെ തൈരും സൂപ്പർ അച്ചാറും കിട്ടി. സംഭവം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, നമ്മളിനി ചായ തേടി ഇറങ്ങുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഒരാളെ കാണിച്ചു തരാമേ. ഷിറ്റൊന്നും ഇടൂലല്ലോ അല്ലേ? ഹലോ ഷിന്നാഫി, ഷിന്നാഫി, ഹലോ ഹലോ. ചവിട്ടി കിട്ടുമോ? ഇല്ലല്ലോ അല്ലേ? എവിടെ പോണ്? എന്താണ് എനിക്കൊക്കെ നിന്ന് തരണുണ്ട് കേട്ടോ തടവേ. ഹായ് പറ, ഹായ് ഹായ് പറ, ഹായ്. ഇതാണ് ത്രിവേണി സംഗമം, ത്രിസംഗമം ഉണ്ടോ? അവിടെ അതാ കാണുന്നത് ഒരു സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി. ഇവിടെ നിന്ന് ഒരെണ്ണം വരുന്നു, ഇവിടെ നിന്ന് ഒരെണ്ണം വരുന്നു. മറ്റേത് ഇതാണോ എന്നൊരു ഡൗട്ട്. ഇവിടെ അവിടെ ആൾക്കാർ മെഡിറ്റേറ്റും ചെയ്യുന്നുണ്ട്. അവിടെ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ട്. മുഴുവൻ നമുക്ക് ട്രാവലറിൽ ട്രാവൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, കാരണം രാവിലെ നമ്മൾ കയറിയതാണ്. ഇനി നമ്മൾ നമ്മുടെ റൂം സ്റ്റേ എന്ന് പറയുന്നത് കർച്ചിയാണ്. അപ്പം കർച്ചി അതുവരെ പോകണം. അപ്പം ഇന്ന് വേറെ ഒരു പരിപാടിയും ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ നിർത്തുന്നു, ചായ കുടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഫുൾ ട്രാവലിംഗ് ആണ്. ഇനി രാത്രിയാവും നമ്മൾ എത്താനായിട്ട്. ഹായ് ഗൈസ്, ഞാൻ ആഗ്രഹിച്ചിരുന്ന സംഭവം കിട്ടി. ഞാൻ കണ്ടിട്ടില്ലാത്ത ഇഷ്ടംപോലെ നക്ഷത്രം, ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാം. നക്ഷത്രത്തിനൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂല, എനിക്കേ കാണാൻ പറ്റുള്ളൂ, ക്യാമറ കൊള്ളൂല. ഇഷ്ടം പോലെ നക്ഷത്രം ഗൈസ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത അത്രയും നക്ഷത്രം. എൻ്റെ ഭയങ്കരപ്പെട്ട വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഉയർത്തിക്കുന്ന നക്ഷത്രം കാണുക. ഞാൻ പറയുന്നില്ല എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഗൈസ്. സംഭവം ഭയങ്കര തണുപ്പാണ്, 4 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ. പല്ലൊക്കെ മുട്ടുന്നുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ എനിക്കാണെങ്കിൽ കണ്ണെടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നക്ഷത്രം. ഓക്കെ ഗൈസ്, നമ്മൾ രാത്രിയായപ്പോൾ നമ്മുടെ റൂം സ്റ്റേയിലെത്തി. നമ്മുടെ കർച്ചി പാസിലാണ് നമ്മൾ റൂം സ്റ്റേ എടുത്തിരിക്കുന്നത്. ഇനി നാളെ രാവിലെയാണ് നമ്മൾ നമ്മുടെ ട്രെക്കിങ് തുടങ്ങുന്നത്. ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ റെഡിയായി നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈയും.